ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്ത കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് ഒരു 10 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അത് നന്നായിട്ട് അരിച്ചും കൂടി എടുക്കണം കേട്ടോ. തരങ്ങൊന്നുമില്ലാതെ ഇരിക്കാനാണേ. അപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുളി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ എടുത്തിരുന്ന പുളിക്ക് കറക്റ്റ് പുളിയായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു കടുക് പൊട്ടിച്ചു. ഈ കൂടെ കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. 2 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചധികം നേരം വഴറ്റിക്കൊണ്ടിരിക്കണം. മുളക് നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കറി പണ്ട് കാലം മുതലേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ. പാലക്കാടുകാരുടെ സ്പെഷ്യലാണിത്. അപ്പോൾ ഈ കറി കൂട്ടിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഇതിലേക്ക് ഒരു മസാലപ്പൊടികളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ സൂപ്പർ കറിയാട്ടോ ഇത്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 2-3 മിനിറ്റ് നേരം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഈ പുളിയുടെ രുചിയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും വറ്റൽ മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഈ ചാറിലേക്ക് അങ്ങ് മിക്സ് ആവത്തുള്ളൂ. അതിനു വേണ്ടിയാണ് കുറച്ചധികം നേരം ഇത് തിളപ്പിക്കുന്നത്. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അങ്ങ് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടമാവത്തില്ല. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണേ. അപ്പോൾ എല്ലാവർക്കും ആ രുചി അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മല്ലിയില ഇട്ടില്ലെങ്കിലും ഈ കറിക്ക് കിടിലൻ ടേസ്റ്റാട്ടോ. ഞാൻ എന്തായാലും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുകാരുടെ മുളക് വറുത്ത കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.